കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി.ജെ.പിയെ വിലയ്ക്ക് വാങ്ങി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പിണങ്ങിപ്പോയ ജി സംസ്ഥാന പ്രസിഡന്റായി വരുന്നു. അന്ന് ജിയെ കാലുവാരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ എട്ടിൻ്റെ പണി കിട്ടാനാണ് സാധ്യത. ഒരു കാലത്ത് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ബി.ജെ.പിയുടെ ശബ്ദമായിരുന്ന സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞ ദിവസം നിയമിതനായതിനു പിന്നാലെയാണ് സന്ദീപ് വാര്യർ ഇത്തരമൊരു പരാമർശവുമായി രംഗത്തെത്തിയത്. നമുക്കറിയാം, മുൻപ് ബി.ജെ.പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വായിട്ടലച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ചിലപ്പോൾ സന്ദീപ് വാര്യർ എന്ന് തന്നെയായിരിക്കും. എന്നാൽ സന്ദീപ് വാര്യർ ഇപ്പോൾ ബി.ജെ.പി അല്ല. കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങൾ മൂലം സന്ദീപ് വാര്യർ ബി.ജെ.പി അംഗത്വം ഉപേക്ഷിക്കുകയും തുടർന്ന് കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയും ചെയ്തിരുന്നു. നമ്മൾ നാട്ടുമ്പുറത്തുകാർ പറയുന്നത് പോലെ കൂടെ കിടക്കുന്ന ആൾക്കല്ലേ രാപ്പനിയാർ അറിയാൻ കഴിയൂ. ഒരേ പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവർ ആയതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്താണെന്ന് സന്ദീപ് വാര്യർക്കും അറിയാൻ കഴിയും. അതേപോലെ സന്ദീപ് വാര്യർ എന്താണെന്ന് രാജീവ് ചന്ദ്രശേഖറിനും അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി എന്തു പറഞ്ഞാലും കേട്ടു നിൽക്കുന്നവർക്ക് അത് അംഗീകരിച്ച് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. ഇവിടെ സന്ദീപ് വാര്യർ രാജീവ് ചന്ദ്രശേഖറെ കോർപ്പറേറ്റ് മാധ്യമ മുതലാളി എന്ന് വിളിക്കുമ്പോൾ അതിനൊട്ടും ആശ്ചര്യം ഉണ്ടാകേണ്ടതില്ല. രാജീവ് ചന്ദ്രശേഖർ കോർപ്പറേറ്റ് ആണോ? ഒരു കോർപ്പറേറ്റ് മുതലാളിക്ക് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനാകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം അദ്ദേഹം കോർപ്പറേറ്റ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്രയും നാളും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ചു വരികയും പിന്നീട് ബോധോദയം ഉണ്ടായി കോൺഗ്രസ് എത്തപ്പെടുകയും ചെയ്ത സന്ദീപ് വാര്യർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് ആണെന്ന് സ്വാഭാവികമായും നമുക്കത് വിശ്വസിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഒരു കോർപ്പറേറ്റ് മുതലാളിയൊക്കെ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന നേതാവായി അധികാരമേറ്റാൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകരുടെ അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖറെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തതിന് പിന്നാലെ ഉയർന്ന ചില ആരോപണങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ജാതിക്കാരുടെ പിന്തുണ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത് എന്നാണ് ഉയർന്ന പ്രധാന ആരോപണം. സന്ദീപ് വാര്യർ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്വാഭാവികമായും ബിസിനസ് ആയിരിക്കും. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് നടക്കുമോ എന്നുള്ള കാര്യം പലരും ചിന്തിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ്സുകളും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി മാത്രമാണോ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ലക്ഷ്യമാക്കിയത് എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നത് സംസ്ഥാന അധ്യക്ഷ പദവി പ്രധാനം തന്നെയാണ്. ഇന്ന് കേരളത്തിലെ ബി.ജെ.പിയിലുള്ള ആരെയും നിയന്ത്രിക്കാനുള്ള ഒരു ചരട്. എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന ലക്ഷ്യം കൂടി രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ലക്ഷ്യത്തിനു വേണ്ടി ബലിയാടാകേണ്ടി വരുന്നത് ബി.ജെ.പി നേതാവായ വി രാജേഷ് ആയിരിക്കും എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി.പി.ഐയിലെ പന്ന്യൻ രവീന്ദ്രനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് തൊട്ടു പിന്നിൽ നിലയുറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം മത്സരിച്ച് വിജയിച്ച ശശി തരൂർ 3,53,679 വോട്ടുകളാണ് നേടിയത്. അതേസമയം 2ാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ 3,42,078 വോട്ടുകളും നേടിയിരുന്നു. ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം 16,077 വോട്ടുകൾ മാത്രമാണ് എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ അതിലും പ്രധാനമായി ഇവിടെ ഓർക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു എന്നുള്ളതാണ്. ബി.ജെ.പി അവരുടെ സ്വന്തം മണ്ഡലമെന്ന അവകാശവാദം ഉന്നയിക്കുന്ന നേമം, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം, അതുപോലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം എന്നിവയിലാണ് രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതെത്തിയത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേരിട്ടത് കടുത്ത മത്സരമായിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്.
മാത്രമല്ല ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. LDF ഇവിടെ അപ്രസക്തമായി എന്നുള്ള കാര്യം. ഇതിൽ നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നേടിയ ഭൂരിപക്ഷം 22,126 ആണ്. വളരെ വലിയ ഭൂരിപക്ഷം. അതുപോലെ തന്നെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ 10,842 വോട്ടുകളുടെ ഭൂരിപക്ഷവും വട്ടിയൂർക്കാവിൽ 8,162 വോട്ടുകളുടെ ഭൂരിപക്ഷവും രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയിരുന്നു. BJP സ്ഥാനാർത്ഥി ഒന്നാമതെത്തിയ 3 മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷം തന്നെയാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഇതിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 2026 വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. താൻ BJP അധ്യക്ഷനായാലും തനിക്ക് വട്ടിയൂർക്കാവ് വേണമെന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തിനെ അറിയിക്കുകയും അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. തികച്ചും പ്രൊഫഷണലായ സമീപനം. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറെ തീർച്ചയായും ഒരു കോർപ്പറേറ്റ് എന്ന് ഉറപ്പായും വിളിക്കാം എന്നു തന്നെയാണ് മനസ്സിലാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയ നിയമസഭാ മണ്ഡലങ്ങൾ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ആണെന്ന് പറഞ്ഞുവല്ലോ. ഇതിൽ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ഈ 3 മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവിലാണ് BJPക്ക് ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത്, 8,162 വോട്ടുകൾ. നേമത്തും കഴക്കൂട്ടത്തും ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചു എങ്കിലും രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ താൽപ്പര്യപ്പെടുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണ്. അതിന് ഒരൊറ്റ കാരണം മാത്രമേയുള്ളൂ: ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള തിരിച്ചറിവ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP മത്സരമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെടുത്ത് പരിശോധിച്ചാലും അതിൽ അപ്രസക്തമായി പോയ ഇടതുപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവന്ന ചരിത്രമാണുള്ളത്. ഏകദേശം അതേ രീതി തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചേക്കും എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുള്ളത്. നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഇടതുപക്ഷം ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും നിർത്തുന്നത് എന്നുള്ള കാര്യവും ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ 3 മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ശക്തമായ ത്രികോണ പോരാട്ടം നടന്നാൽ ആ പോരാട്ടത്തിൻ്റെ ഫലം ചെന്നെത്തി നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിലായിരിക്കും എന്നുള്ള സാമാന്യ ബോധവും BJPക്കുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇക്കാര്യം വ്യക്തമായതാണ്. ഇത്തവണയും ത്രികോണ പോരാട്ടം നടക്കും, ഇടതുപക്ഷം അവരുടെ കഴിവ് മുഴുവൻ പ്രയോഗിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ തനിക്ക് മത്സരിക്കണമെന്ന നിബന്ധന മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വട്ടിയൂർക്കാവ് എന്നുള്ള ചോദ്യം ഇവിടെ സ്വാഭാവികമായും ഉയരും. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മ കാണും. വട്ടിയൂർക്കാവ് MLA ആയിരുന്ന K മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുകയും തുടർന്ന് വട്ടിയൂർക്കാവ് MLA സ്ഥാനം രാജിവയ്ക്കുകയും ചെയ്തപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷമാണ്. അന്ന് തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്ത് മത്സരിക്കുകയും അദ്ദേഹം മണ്ഡലത്തിൽ MLA ആയി മാറുകയും ചെയ്തു. അന്ന് മുരളീധരന് പകരം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മോഹൻകുമാർ ആയിരുന്നു. അന്നത്തെ മത്സരത്തിൽ 14,465 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VK പ്രശാന്ത് മോഹൻകുമാറിനെ തോൽപ്പിച്ചത്. അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച S സുരേഷ് 27,453 വോട്ടുകളും നേടിയിരുന്നു. ഈ ബൈ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് M സംഗീത് കുമാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് NSS എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു അത്. ശരി ദൂരമെന്നാൽ ഇവിടെ UDFനൊപ്പം എന്നാണെന്നാണ് സംഗീത് കുമാർ അന്ന് പറഞ്ഞത്. സാമുദായിക സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നൽകണമെന്നു തന്നെയാണ് അന്ന് NSS ആവശ്യപ്പെട്ടതും. പക്ഷെ തോറ്റു എന്നുള്ളത് K മോഹൻകുമാർ അത്ര ശക്തനായ സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല BJP സ്ഥാനാർത്ഥിയായ S സുരേഷിനെതിരെയുള്ള ചില വിഭാഗീയ നീക്കങ്ങൾ BJPയുടെ വോട്ട് കുറയ്ക്കുകയും ചെയ്തു. സ്വാഭാവികമായും അവിടെ LDF വിജയിച്ചു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് തന്നെയായിരുന്നു അവിടെ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി എത്തിയത്. BJP സ്ഥാനാർത്ഥിയായി VV രാജേഷും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ S നായരും അവിടെ മത്സരിച്ചു. ഏകദേശം 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ VK പ്രശാന്ത് വിജയിക്കുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും NSS വോട്ട് അഭ്യർത്ഥിച്ചില്ല എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറാണ് വട്ടിയൂർക്കാവിൽ നിന്നും മത്സരിക്കുന്നത് എങ്കിൽ NSSൻ്റെ പരസ്യ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിന് ഉറപ്പായും ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.
മാത്രമല്ല 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ കോൺഗ്രസ് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന കണക്കുകൂട്ടലും രാജീവ് ചന്ദ്രശേഖറിനോട് അനുഭാവമുള്ള നേതാക്കൾ നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണവിരുദ്ധ തരംഗം കൂടി വോട്ടായി മാറിയാൽ അതും രാജീവ് ചന്ദ്രശേഖറിനായിരിക്കും ഉപയോഗം ചെയ്യുക എന്നുള്ള കാര്യവും രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്ന സംഗതിയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 38 NSS കരയോഗങ്ങളാണുള്ളത്. 75,000-ഓളം വോട്ടർമാർ സമുദായ അംഗങ്ങളാണെന്നാണ് NSSന്റെ കണക്ക്. അതുകൊണ്ട് തന്നെ NSSന്റെ നിലപാട് തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും എന്നുള്ളതും രാജീവ് ചന്ദ്രശേഖറിനോട് അടുപ്പമുള്ളവർ കണക്ക് കൂട്ടിയെടുക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിശക്തമായ ഒരു ത്രികോണ മത്സരമായിരിക്കും വട്ടിയൂർക്കാവിൽ നടക്കുക എന്നുള്ളതും ഉറപ്പാണ്. ബി.ജെ.പിയുടെ ഉറച്ച വോട്ടുകളും അതിനൊപ്പം സാമുദായിക വോട്ടുകളും കൃത്യമായി പെട്ടിയിൽ വീണാൽ വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖറിന് ജയം ഉറപ്പാണെന്ന് തന്നെയാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവിടെ ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. ബി.ജെ.പി നേതാവായ വി രാജേഷ്. 2021 അവസാന നിമിഷം വട്ടിയൂർക്കാവിൽ ടിക്കറ്റ് ലഭിച്ച് മത്സരിക്കാനെത്തിയ വി രാജേഷിന് LDFന്റെ സ്ട്രാറ്റജിക്ക് മുന്നിൽ കാലിടറിയിരുന്നു. ഇത്തവണ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഊർജിതമാക്കി വരികയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതും അതിനു പിന്നാലെ വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിച്ചേക്കും എന്ന വിവരങ്ങൾ പുറത്തു വന്നതും വി രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ മേൽനോട്ടം വഹിച്ചാൽ മതി എന്ന് പറയാനും ഇപ്പോൾ സാധിക്കില്ല. കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരേ സമയം 2 മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച ചരിത്രം നമുക്ക് മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ്.